അതിനുട്ടെ അതിനുകുട്ടിയുടെ ഉടുപ്പ് എവിടെ? കിഷനാവാൻ പോണ ഉടുപ്പ് കാണിച്ചെന്നെ അമ്മേന. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. നമ്മുടെ അയനുക്കുട്ടനെ കൃഷ്ണനാക്കി ഒരുക്കുന്ന ഒരു വീഡിയോ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ശ്രീകൃഷ്ണ ജയന്തിക്ക് അയനു കുഞ്ഞുവാവയായിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ നടക്കാറൊന്നും ആയിട്ടില്ല, ആള് ഇരിക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പം അമ്പലത്തിലെ ഘോഷയാത്രയിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. പക്ഷേ ഘോഷയാത്രയുടെ ഒപ്പം നടന്നു പോയപ്പോഴത്തേനും നമ്മൾ ആ ഒരു ടയർഡ്നെസ് ഒന്നും അറിഞ്ഞില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇപ്രാവശ്യം ആൾ നടക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഘോഷയാത്രയ്ക്ക് പോകണം, എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ കറക്റ്റായിട്ട് ആ സമയത്ത് ഞാൻ പീരീഡ്സ് ആയതുകൊണ്ടിട്ട് ഘോഷയാത്രയ്ക്ക് പോകാനായിട്ട് നമുക്ക് പറ്റില്ല. പകരം അയാളെ വീട്ടിൽ തന്നെ ഒന്ന് റെഡിയാക്കി ഫോട്ടോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കോസ്റ്റ്യൂം ഇടുന്ന സീനാണ് ഈ കാണുന്നത്. അതിനുവിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ കോസ്റ്റ്യൂം എല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ. അത് ആൾക്ക് നല്ല ടൈറ്റായി ആ ഒരു കോസ്റ്റ്യൂം. അതിൻ്റെ പാൻറ് ഒട്ടും കയറില്ല, ഇറക്കവും കുറഞ്ഞു പോയി, ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ചേട്ടൻ്റെ പെങ്ങളുടെ കുട്ടികളുടെ ചെറുതിലത്തെ കോസ്റ്റ്യൂം ഇരിപ്പുണ്ട്. ഇതാണ് അതിനുവിൻ്റെ മീഷോയിൽ നിന്ന് വാങ്ങിയത്. നല്ല മെറ്റീരിയലാണ്, ക്വാളിറ്റി വൈസ് ഒക്കെ അടിപൊളിയാണ്. ഇതിൻ്റെ എല്ലാ സാധനങ്ങളും നല്ലതാണ്. അരപ്പട്ട, ക്രൗൺ, മറ്റേ ഓടക്കുഴൽ, അതിൻ്റെ ആക്സസറീസ് എല്ലാം അതിൻ്റെ ഒപ്പം കിട്ടും. അപ്പോൾ അത് ആക്സസറീസൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ പാൻറ് നമുക്ക് സ്യൂട്ടാവില്ല. അപ്പോൾ ചേട്ടൻ്റെ പെങ്ങളുടെ കൊച്ചിൻ്റെ കുഞ്ഞിലത്തെ പാൻറ്റാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. പക്ഷേ അതാണെങ്കിൽ ഭയങ്കര ലൂസാണ്. ഒരു കണക്കിനാണ് അഡ്ജസ്റ്റ് ചെയ്ത് അതിനു വെച്ചേക്കണത്. പിന്നൊക്കെ കുത്തിയിട്ടാണ് ചേട്ടൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചത്. പിന്നെ ആൾക്ക് പൊട്ടുകൂടാനൊക്കെ ഇരുന്നൊരു ഞാൻ വിചാരിച്ചില്ല. പക്ഷെ അലമ്പായിരുന്നു. തൊട്ട് കൊടുത്തപ്പോൾ തന്നെ അതൊക്കെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞ്. പിന്നെ രണ്ടാമതൊക്കെ തൊട്ട് കൊടുത്തതാണ് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം കുഞ്ഞുവാവായിരുന്നപ്പോഴത്തേനും ഉറക്കി കിടത്തിയിട്ടാണ് മേക്കപ്പൊക്കെ ചെയ്തത്. പക്ഷേ ഇപ്രാവശ്യം ഒന്നും നടപടി ആയില്ല. നമുക്ക് അച്ചാ കാണിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അച്ചാച്ചനെ കാണിക്കണ്ടേ? കൊച്ചിന് കയറ്റണോട്ടാണ് ആ സാധനം കാണും. അവിടെ ഒരു കാലമായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അത് കയറി ഒരെണ്ണം കയറിപ്പോയി താഴത്തേക്ക് വലിച്ചത്. ആ സാധനത്തെ സീനാണ് കേട്ടോ. അത് ലാസ്റ്റ് കേട്ടറി, ബാക്കി എല്ലാം ചെയ്യും. അച്ഛ കഴിതരാ. ഈ സാധനം വള്ളിയല്ല, അലാസ്റ്റിക് വെക്കണം. കയറ്റി ഇട്ടാൽ മതി, ചെറിയ ടൈറ്റും ഉണ്ടാവും. അതിനുവിൻ്റെ കൈപ്പട്ട കഴിഞ്ഞ പ്രാവശ്യത്തെ ഘോഷയാത്രയിൽ മിസ്സായി പോയിട്ട് ഒരെണ്ണം. അപ്പോൾ ഒരു കൈപ്പട്ടേ ഉള്ളൂ തൽക്കാലം. ഞാനത് വെച്ചു കൊടുത്തു. പിന്നെ ഓടക്കുഴൽ മീഷോയിൽ നിന്ന് വാങ്ങിയ സെറ്റിലുണ്ടായിരുന്നതാണ് ഇപ്പോൾ കൊച്ചിൻ്റെ കയ്യിലുള്ളത്. പക്ഷേ അവന് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി കൊടുത്ത ഓടക്കുഴൽ പെങ്ങളുടെ കൊച്ചിൻ്റെ ആയിരുന്നു കേട്ടോ. പിന്നെ കമ്മലൊന്നും ഞാൻ ഇടിയിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ട് കൊടുത്തില്ല കമ്മലൊന്നും. ഒരുപാട് ഓർണമെൻറ്റ്സ് ഇടുന്നതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ കമ്മലൊക്കെ ഇട്ടപ്പോൾ ഭയങ്കര ഓവറായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അതും ഒരു മാറ്റിയായിരുന്നു. പിന്നെ ഇതിൻ്റെ മാലയൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആ മുത്തൊക്കെ ആണെങ്കിലും കളറൊന്നും പോയിട്ടില്ല, നല്ല ഭംഗിയുള്ള മാലകളാണ്. പിന്നെ ഇതിൻ്റെ ക്രൗൺ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ചരടാണ്. ഈ കൈപ്പട്ടയിലും അരപ്പട്ടയിലും അതിൻ്റെ ക്രൗണിലൊക്കെ അതാണ് ക്രൗൺ ഞാനിപ്പോൾ കവറിലേക്ക് വെച്ചത്. അതിനൊക്കെ ചരടായത് കൊണ്ടിട്ട് കൊച്ചത് വലിച്ചൊരു കളയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ച് കൊടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യവും ഇതിൻ്റെ ആ പിങ്ക് ഷോളില്ലേ, നമ്മൾ ആ മേത്തിടുന്ന ആ ഷോള്, അതുകൊണ്ടിട്ടാണ് തലക്കിട്ട് കെട്ടിയ ഒരു ക്രൗൺ പോലെ വെച്ച് കൊടുത്തത്. ഇപ്രാവശ്യം അത് തന്നെയാണ് കേട്ടോ ചെയ്തേ. അരപ്പട്ടയാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അടുത്ത പ്രാവശ്യമൊക്കെ ഇനി കുറച്ചുകൂടി നടക്കാറാകുമ്പോൾ നല്ലോണം, അതായത് പറഞ്ഞാൽ മനസ്സിലാവുന്ന സമയമാകുമ്പോഴത്തേനും മര്യാദക്കുള്ള ക്രൗണൊക്കെ വാങ്ങിച്ച് വെച്ച് നല്ല രീതിയിലൊന്ന് അതിനെ മേക്ക് ഓവർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈ കോസ്റ്റ്യൂം അല്ല ഞാൻ ഇപ്രാവശ്യം ഉദ്ദേശിച്ചത്. എൻ്റെ മനസ്സിലുള്ള കളർ കോമ്പിനേഷൻ വേറെ ആയിരുന്നു. അത് അടുത്ത പ്രാവശ്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്രാവശ്യം ഇങ്ങനെ പോട്ടെ, എന്തായാലും ഘോഷയാത്രയ്ക്ക് പങ്കെടുക്കാൻ പറ്റില്ലല്ലോ, ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമല്ലേ. അപ്പോൾ തൽക്കാലം ഇത് വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അടുത്ത പ്രാവശ്യം തകർക്കാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഇടുന്ന ഷോളാണ് കേട്ടോ ഇത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ ഇട്ടില്ല, അത് വെച്ച് തന്നെ തലക്കിട്ടൊരു കെട്ട് കെട്ടിക്കൊടുത്തു. മയിൽപ്പീലിയൊക്കെ എങ്ങോ പോയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ. ഈ പ്രാവശ്യം ഞാൻ മയിൽപ്പീലൊന്നും വെച്ച് കൊടുത്തില്ല. എടുത്തോ, കുഴപ്പമില്ലെടുത്തോ. അതിന് നോക്കിയേ അയാളെ സാധനം എടുക്കണ്ട. അച്ഛനെ കാണിച്ചു പോവാ.
വേറെ സാധനം കൊടുത്തു. ഒരു അനുഗ്രഹം കൊടുത്തിട്ട് വരണ്ട ഫോട്ടോ എടുക്കാം. കൊച്ചു അനുഗ്രഹം കൊടുത്തു വാ. ഫോട്ടോ എടുക്കാൻ പോവാ. അതിനുമ്മ ഏതാ ഏതാ അയിനുകുട്ടെ ഒന്ന് സഹകരിച്ചേ. അയിനുകുട്ടെ അയിനും ചിരിച്ചേ. അയിനു അമ്മനെ നോക്കിയേ. അപ്പുറത്തെ വീട്ടിലെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ നമ്മൾ ആദ്യം ഫോട്ടോ എടുക്കാൻ പോയത്. ഒരു രീതിയിലും അതിന് സഹകരിക്കാനുണ്ടായിരുന്നില്ല. ചിരിക്കുന്ന ഒരു ഫോട്ടോ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ മുറ്റത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേനും ഇറങ്ങി ഓട്ടമാണ്. ഈ ഓട്ടം തന്നെ എല്ലായിടത്തും. അമ്മേനെ നോക്കിയേ. എന്റെ കുഞ്ഞിക്കണ്ണൻ എന്തേ ആയിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യും. തനിക്ക് മാത്രം എന്താ ഇത്ര കുഴപ്പം? ദേ അമ്മ ഇവിടെ നിർത്താൻ പോവാണ് അതിനെ. നല്ല കുട്ടിയായിട്ട് നോക്കി ചിരിക്കണം. അച്ഛനെ നോക്കി ചിരിക്കോ. നോക്കി ചിരിച്ചു കഴിഞ്ഞാൽ അതിനൊരു സാധനം വാങ്ങിച്ചു തരാം. നോക്കി ചിരിക്കോ. അച്ഛനെ നോക്കി ചിരിക്കോ. ഓടരുത് കേട്ടാ. ഓടൂലെന്ന് പറഞ്ഞേ. ഫോൺ നോക്കി പറഞ്ഞേ ഓടൂലെന്ന്. രക്ഷയില്ല. അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തി ഫോട്ടോഷൂട്ട് വിജയകരമായി ഫ്ലോപ്പ് ആയതിൻ്റെ അംഗമാണ് ഇവിടെ കാണുന്നത്. ആൾ അകത്തേക്ക് കയറി ചേട്ടൻ കോസ്റ്റ്യൂമൊക്കെ വലിച്ചൂരിയപ്പോൾ ഇപ്പം അവൻ ഊരണ്ടാന്നായി. ചേട്ടൻ ഊരുമ്പോൾ അവൻ ആ ഡ്രസ്സൊക്കെ വലിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടെ.